ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ട്രക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഹെവി ലുക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ കണ്ടോ, നല്ലൊരു ഹെവി ഫീലിംഗ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കളറുമാണ്. ബാക്കിൽ ട്രോളി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ലഗേജൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ട്രോളി കയറ്റി കൊണ്ടുപോകാം. നല്ലൊരു ഹെവി ഫീലിംഗ് ആണ്, നല്ലൊരു പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കും എല്ലാം കൊണ്ടും നല്ല ഒരു സൂപ്പർ ട്രക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക്. കണ്ടോ, ഫ്രണ്ട് ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഗ്ലാസ്സൊക്കെ ബ്ലാക്ക് കളറാണ്, ഫുള്ളി ക്ലോസ്ഡ് ആണ് കേട്ടോ. ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫുള്ളി പ്ലാസ്റ്റിക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ പാർട്ടും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. നമ്മൾ എൻജിൻ പാർട്ട് പിടിക്കുമ്പോൾ നല്ലൊരു ഹെവി ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ സിറ്റി ട്രക്ക് എന്നൊക്കെ ഇവിടെ സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഷോക്കും കാര്യങ്ങളിലൊക്കെ സിൽവർ കളറും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വരും. ബോഡിക്ക് ചേർന്നൊരു ഹെവി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ലൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത് റബ്ബർ മെറ്റീരിയലാണ് കേട്ടോ. അലോയ്ക്കും ആ ബോഡിയുടെ കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ നല്ല ഹെവി 4 ടയേഴ്സാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. ട്രോളിയിൽ 4, ഇതിനേക്കാളും ചെറിയ സാധാ സ്മോൾ ടയറാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പേസ്. നല്ല സ്പേസ്, ലഗേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. പിന്നെ താഴെ ക്ലോസ്ഡ് ആണ്, ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇത് ബാക്കിലൊരു ഡോറ് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കാമായിരുന്നു. അങ്ങനെ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു സൂപ്പർ ലുക്കാണ് ഈ ട്രക്കിന് വരുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടത് നല്ല ബിൽഡ് ക്വാളിറ്റിയിലും കൂടിയാണ് ഈ ട്രക്ക് വരുന്നത് കേട്ടോ. നമുക്കിനി ഈ ട്രക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാലോ. ഓടിക്കുവാണേ. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഹെവി ഫീലിംഗ് വരുന്നുണ്ട്. കാരണം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ തള്ളിവിടുമ്പോൾ നല്ലൊരു വെയിറ്റാണ് ഫീൽ ചെയ്യുന്നത്. വെറുതെ ഇങ്ങനെ ഓടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഈ ട്രോളിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചാലോ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കേ. ടെൻഡടേ, നമ്മുടെ അരിക്കൊമ്പനാണേ. വെറുതെ പറഞ്ഞ കേട്ടോ, അരിക്കൊമ്പനൊന്നുമല്ല, ഒരു ആനയുടെ ടോയാണ്. അപ്പം നമുക്ക് ഇവനെ വെച്ചെന്ന് ഓടിച്ചു നോക്കാം. കണ്ടോ ഗായ്സ്, അപ്പം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടോയ്സൊക്കെ നമുക്കിവിടെ വെച്ച് ഇതിനെ ഇങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത് പിള്ളേർക്ക് നല്ല രസമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുമല്ലോ. അപ്പം എന്തായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു ട്രക്കാണ് കേട്ടോ. ഇനി ഈ ട്രക്കിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടു വെച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിക്കുന്നത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ മടുപ്പാകും. വീഡിയോസൊന്നും ആരും കാണുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ട്രക്കിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒന്ന് കണ്ടേച്ചോ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു എന്തെങ്കിലും ടോയ് ആയിട്ട് നമുക്ക് വരാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ടോയ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണേ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. അപ്പോൾ എല്ലാവരോടും ബൈ.